നമുക്കൊന്ന് ലിവർമോറിലുള്ള അമ്പലം വരെ പോയാലോ? ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 20 മിനിറ്റ് വേണം ലിവർമോർ അമ്പലത്തിലെത്താൻ. ഈ മൊട്ടക്കുന്നുകളൊക്കെ കണ്ടില്ലേ? ജനുവരി ഫെബ്രുവരി മാസത്തിൽ നല്ല പച്ചപ്പും ഹരിതാഭയായിട്ടുന്ന സ്ഥലങ്ങളാണിത്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ സമ്മറാണ്. ഇപ്പോൾ ഒരു പച്ചപ്പും ഹരിതാഭയൊക്കെ തോന്നുന്നില്ലേ? ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഞങ്ങൾ ഏകദേശം അമ്പലത്തിനടുത്തെത്താറായി. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, അതുകൊണ്ട് ഇവിടുത്തെ ചടങ്ങിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി ഉണ്ട്. അവരിതിനു മുമ്പ് ഇവിടെ വന്ന എക്സ്പീരിയൻസ് ഉള്ളവരാണ്. നാട്ടിൽ വീടിൻ്റെ അടുത്ത് അമ്പലം ഉള്ളതുകൊണ്ട് സ്ഥിരം ഒരു അമ്പലവാസിയായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അമ്പലത്തിൽ പോകാനുള്ള ഒരു സാഹചര്യം കിട്ടിയതേ ഇല്ല. ഒരുപാട് നാളിന് ശേഷം അമ്പലം വിസിറ്റ് ചെയ്തതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക്. അമ്പലത്തിനകത്ത് വീഡിയോസോ ഫോട്ടോസോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അകത്തെ കാഴ്ചകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പ്രതിഷ്ഠ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ചിലതാണ് ഗണപതി, ശിവൻ, പാർവതി, നവഗ്രഹങ്ങൾ, ഹനുമാൻ സ്വാമി, അങ്ങനെ നീളുന്നു. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, തണുത്ത രാജ്യം ആയതുകൊണ്ടാണോ എന്നറിയില്ല, സോക്സ് ഇട്ട് കയറാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ മസിൽ ക്രാമ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സോക്സ് ഇട്ടാണ് കയറിയത്. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത ലക്ഷ്യം ഫുഡാണ്. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനായ അഞ്ചപ്പാറയിൽ ഞങ്ങളെത്തി. ഞങ്ങൾ കുറച്ച് നേരം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അവസാനം ഞാൻ ഓർഡർ ചെയ്ത മസാല ദോശ എത്തി. ദച്ചാണ് അവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. പൂരിയാണ് ദച്ചുവിന് ഓർഡർ ചെയ്ത്. പൂരി വരുന്നവരെ ദച്ച് ദോശ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ 2 വഴിക്ക് പിരിഞ്ഞു. 9:20 വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ 12 മണി കഴിഞ്ഞു.